നമസ്കാരം. ഇപ്പൊ കഴുത്തുവേദന ഒരു പ്രധാന പ്രശ്നമായിട്ടുണ്ട്. പലർക്കും കഴുത്തുവേദന കാരണം കയ്യിലോട്ട് തരിപ്പുകളും കയ്യിലോട്ടും വേദനകളും വരാറുണ്ട്. ഇതിന് പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കണ്ടാൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അധികമായിട്ട് കാണാറുണ്ട്. പിന്നെ ഫോൺ ഒരുപാട് നേരം കുനിഞ്ഞിരുന്ന് യൂസ് ചെയ്യുന്നവർക്ക് വരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം ചിലർ അമിതമായ വണ്ണം കാരണം വരാറുണ്ട്. ചിലർ ഇരിക്കുന്നതും കിടക്കുന്നതിൻ്റെയും പൊസിഷൻസ് ചേഞ്ച് ചെയ്യുമ്പോഴും വരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലർക്കും സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അവർക്കും ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ സ്ട്രെയിൻ കൊടുക്കരുത്, പ്രഷർ അധികം കൊടുക്കാതെ റിലാക്സ് ചെയ്ത് കൗണ്ട് കുറച്ചുള്ള രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്ക് എക്സസൈസ് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ടത് നെക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് നോക്കുക, മെല്ലെ ശ്വാസം പുറത്താക്കി താഴോട്ട്. അഗൈൻ അതുപോലെ ഇൻഹേൽ, എക്സ്ഹേൽ. ഇതൊരു 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സൈഡിലോട്ട് ടേൺ ചെയ്യുന്നത്. മെല്ലെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് സൈഡിലോട്ട് ടേൺ ചെയ്ത് ശ്വാസം പുറത്താക്കുക. അഗൈൻ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് മെല്ലെ ശ്വാസം പുറത്താക്കിക്കൊണ്ട് സെന്റർ. ഇത് വലത്തേ വശം. ഇടത്തേ വശം അതുപോലെ തന്നെയാണ്. മെല്ലെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് മെല്ലെ ശ്വാസം പുറത്താക്കിക്കൊണ്ട് സെന്ററിലോട്ട്. ഇത് രണ്ടാമത് ചെയ്യേണ്ടതാണ്. പിന്നെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. മെല്ലെ ശ്വാസം അകത്തെടുത്ത് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് ശ്വാസം പുറത്താക്കുക. എഗെയിൻ വന്നിട്ട് ശ്വാസം മെല്ലെ അകത്തെടുത്തുകൊണ്ട് ശ്വാസം വന്നിട്ട് പുറത്താക്കി സെന്ററിലോട്ട്. എഗെയിൻ ലെഫ്റ്റ് സൈഡും അതുപോലെ ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇങ്ങനെ സെന്ററിലോട്ട്. ഇതെല്ലാം തന്നെ 5 പ്രാവശ്യം വീതം ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമ്മളുടെ ജോയിന്റ് മൂവ്മെന്റ്സിന് കുറച്ചും കൂടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ട്രെച്ച് ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ്. അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് മൂവ്മെന്റ്. നമ്മുടെ വലത്തേ കൈ കൊണ്ട് ഇടത്തേ വശം വന്നിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. 1 2 3 4 5. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റും നമ്മുടെ സ്ട്രെച്ചിങ് മൂവ്മെന്റ് കൊടുക്കുന്നത്. എന്നിട്ട് സെന്റർ, എന്നിട്ട് റിലാക്സ് ചെയ്യണം. അതുപോലെ നമ്മുടെ കൈകൾ കൊണ്ട് ബാക്കിലോട്ട് പ്രഷർ കൊടുക്കുന്ന രീതിക്ക് നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗത്തോട്ട് പ്രഷർ കൊടുത്ത് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അഗെയിൻ സെന്റർ. അതുപോലെ ഓപ്പോസിറ്റും വന്നിട്ട് സ്ട്രെച്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സെന്റർ. ഈ ഒരു സ്ട്രെച്ചിങ് മാത്രം നമ്മുടെ ഡിസ്കിന് കൂടുതൽ കംപ്ലൈന്റ് ഉള്ള സെർവിക്കൽ ഡിസ്കിന് കൂടുതൽ കംപ്ലൈന്റ് ഉള്ളവർക്കോ ഇല്ല വന്നിട്ട് ഇൻഫ്ലമേഷൻ കൂടുതലുള്ളവർ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അത് കാരണം നമുക്ക് സ്ട്രെയിൻ കൂടും. അടുത്തതായിട്ട് ഫോർവേഡിലോട്ട് പുഷ് ചെയ്യുന്നതാണ്. ജസ്റ്റ് നമ്മളുടെ കൈ നെറ്റിയിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഫോഴ്സ് വന്നിട്ട് തലയുടെ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ ഫോർവേഡ് ആയിട്ട് പുഷ് ചെയ്യണം. എന്നിട്ട് ഒരു 5 കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 1 2 3 4 5. അതുപോലെ തന്നെയാണ് ബാക്കിലോട്ട് ഒരു കൈ മാത്രമല്ല 2 കൈ ആയാലും ഉപയോഗിക്കാം. ബാക്കിലോട്ടും ഇതുപോലെ പ്രഷർ കൊടുത്ത് 1 2 3 4 5 എന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ സൈഡിലോട്ട് നമ്മുടെ ഈ കാതിന്റെ മുകളിൽ ഭാഗത്ത് കൈ വെച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പുഷ് ചെയ്യണം. 1 2 3 4 5. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും 1 2 3 4 5. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ ഷോൾഡർ കുറച്ചും കൂടെ വന്നിട്ട് ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടും ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്തതിന്റെ സ്ട്രെച്ചിങ്ങിന്റെ ഒരു എഫേർട്ട്ലെസ് നമ്മുടെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഷോൾഡർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. 1 2 3 4 5. അതുപോലെ റൊട്ടേഷൻ 1 2 3 4 5. ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിന് ഒരു റിലാക്സേഷനും കിട്ടും. സ്റ്റിഫ്നെസ് കുറയുന്നതിനനുസരിച്ച് വേദനകളും കുറയും. ഇതിന്റെ കൂടെ നമ്മുടെ ഫോർവേഡ് സ്ട്രെച്ചിങ് ആയിട്ട് നമ്മുടെ ശ്വാസം മെല്ലെ അകത്തെടുത്ത് മെല്ലെ പുറത്താക്കി സ്ട്രെച്ച് ചെയ്യുക. മെയിൻറ്റെയിൻ 1 2 3 4 5. അഗെയിൻ
നമ്മൾ വന്നിട്ട് റിലാക്സ് ചെയ്യും. ഇത് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ ബാക്ക് മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാനും ഈ ഒരു മസിൽസിന്റെ സ്റ്റിഫ്നെസ് കുറയാനും സഹായിക്കുന്നതാണ്. ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യുന്ന കാരണം നമുക്ക് നെക്കിന് നല്ലൊരു റിലാക്സേഷനും കിട്ടും, പെയിൻ കുറയാനും സാധ്യത കൂടുതലാണ്. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഒരിക്കലും സ്ട്രെയിൻ ചെയ്യരുത്, റിലാക്സ് ആയിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതിപ്പം പെട്ടെന്ന് ഒരാൾ ഭയങ്കര കഴുത്ത് വേദനയാണെന്ന് പറഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് ചെയ്താലും ഇതിന് എഫേർട്ട് കിട്ടില്ല. ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ഇതിന്റെ റിലാക്സേഷനും ഇതിന്റെ ഒരു റിക്കവറിയും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പരമാവധി ലിമിറ്റഡ് ആയിട്ട് ഒരു 5 കൗണ്ട് വെച്ചിട്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.